ചക്കരക്കല്ലിൽ പ്രവർത്തിക്കുന്ന കണ്ണൂർ ജില്ലാ ബിൽഡിംഗ് മെറ്റീരിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും നിക്ഷേപത്തുക തിരിച്ചു ലഭിക്കാത്തത് കാരണം നിക്ഷേപകരുടെ പ്രതിഷേധം. ചൊവ്വാഴ്ചയായിരുന്നു നിക്ഷേപത്തുക തിരികെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നത്. ഇതുപ്രകാരമാണ് നിക്ഷേപകർ നിക്ഷേപത്തുക തിരിച്ചു വാങ്ങാൻ കൂട്ടത്തോടെ സൊസൈറ്റിയിൽ എത്തിയത്. എന്നാൽ സൊസൈറ്റി തുറക്കാതിരുന്നതാണ് ഇടപാടുകാരുടെ പ്രതിഷേധത്തിനിടയാക്കിയത്. നൂറുകണക്കിന് നിക്ഷേപകരാണ് ചൊവ്വാഴ്ച രാവിലെ ചക്കരക്കല്ലിലെ കണ്ണൂർ ജില്ലാ ബിൽഡിംഗ് മെറ്റീരിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എത്തിയത്. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള സൊസൈറ്റിയിൽ കോടികളുടെ തിരിമറി നടന്നതിനെ തുടർന്ന് നേരത്തെ വൻ പ്രതിഷേധം ഉടലെടുത്തിരുന്നു. ഓരോ ദിവസവും മറ്റൊരു തീയതി പറഞ്ഞ് നിക്ഷേപരെ തിരിച്ചയക്കുകയായിരുന്നു. ഈ മാസം 10, 11 തീയതിയൊക്കെ സമയം കൊടുത്തിരുന്നു. ഏറ്റവും ഒടുവിൽ എഗ്രിമെന്റ് പ്രകാരം ചൊവ്വാഴ്ച 50 ലക്ഷം രൂപയും പിന്നീട് 1 കോടി രൂപയും ഇടപാടുകാർക്ക് വീതിച്ചു കൊടുത്ത് മെയ് മാസത്തോടെ മുഴുവൻ നിക്ഷേപ തുകയും തിരിച്ചു കൊടുക്കണമെന്നായിരുന്നു ബന്ധപ്പെട്ടവർ എഗ്രിമെന്റിലൂടെ വാഗ്ദാനം ചെയ്തിരുന്നതെന്നും നിക്ഷേപകർ പറയുന്നു. രാവിലെ നമ്മള് 6:45 ഇവിടെ എത്തിന്, അന്നേരം മുതലേ ഇവിടെ പൂട്ടിയിട്ടിന്. ഇത്ര നേരമായിട്ട് തുറന്നിട്ടുമില്ല, പിടിച്ചിട്ടുമില്ല, ഒരാൾ ചോദിക്കുന്നുമില്ല, പറയുന്നില്ല. നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട പൈസയല്ലേ, വേറെ ഒന്നുമല്ലല്ലോ. നമ്മൾ ആരെടുക്കൊന്നും പിടിച്ചു പറിച്ച പൈസ ഒന്നുമല്ല. ഇത് തരേണ്ട പണി അവരതല്ലേ, ഇട്ടത് ശരി തന്നെ. അവരൊക്കെ വിഷമാന്നറിയാം, പക്ഷെ കുറച്ചെങ്കിൽ എല്ലാവർക്കും കൊടുക്കണ്ടേ. ഇത് എപ്പം വന്ന് നമുക്ക് ബസ്സിൽ വരുന്ന പൈസയും നമുക്ക് എന്തെങ്കിലും ക്ഷീണമുള്ള പൈസ ഇതെല്ലാം ആര് തരൂ? ഇവർ തരുവാ? അതിന്റെ പലിശ തരുവാ? മെയ് 10-ാം തീയതി അടുത്ത് കിടും. അതുപോലെ മെയ് 31-ഓടുകൂടി എന്റെ മുഴുവൻ ബാധ്യതയും നിക്ഷേപകർക്ക് കൊടുത്തു തീർക്കുമെന്നാണ് വാക്ക് പറഞ്ഞത്. ഇന്ന് അത് പ്രകാരം ഈ സെക്രട്ടറി പറഞ്ഞത് പ്രകാരമാണ് ഇത്രയധികം നിക്ഷേപകർ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ വന്ന് നോക്കുമ്പോഴേ സ്ഥാപനം പ്രവൃത്തി ദിവസമായി ഇന്ന് തുറന്നിട്ടുമില്ല. ഇതിന്റെ അധികാരികളാരും ഇവിടെ എത്തിയിട്ടുമില്ല. അതുകൊണ്ട് എല്ലാവരും വളരെയധികം പ്രയാസത്തിലാണ്. ഓഡിറ്റിംഗിന്റെ ഭാഗമായി പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് സാമ്പത്തിക തിരിമറി പുറത്തറിയുന്നത്. ആവശ്യമായ ഫയലുകൾ പരിശോധനയ്ക്ക് നൽകിയില്ല. മാത്രമല്ല, കമ്പ്യൂട്ടറൈസേഷൻ ഇല്ലാത്തതിനാൽ സ്പെഷ്യൽ ഓഡിറ്റിംഗും നിർദ്ദേശിച്ചു. ഈ പരിശോധന തുടങ്ങിയതോടെയാണ് വൻ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായത്. സ്ഥിര നിക്ഷേപം, ഗ്രൂപ്പ് ഡെപ്പോസിറ്റ്, വിവിധ സ്കീമിൽ ചേർന്നവർ തുടങ്ങിയ വിവിധ ഇടപാടുകാർ നടത്തുന്നവരാണ് ഇവിടെ വിവിധ ദിവസങ്ങളിലായി എത്തിയത്. ഗ്രാമിക ന്യൂസ്, ചക്കരക്കൽ.